തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ 6 മാസം പ്രായമായ കുഞ്ഞാണ് ആലിൻ്റെ കരൾ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കിംസ് ആശുപത്രിയിൽ നിന്ന് ജിബിൻ ജെബി ചേരുകയാണ്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ജിബിൻ, ശരിക്കും ഒരു സ്ഥലത്ത് അഭിമാനവും മറ്റൊരു സ്ഥലത്ത് വല്ലാത്ത സങ്കടവുമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ കൈകാര്യം ചെയ്യുന്നത്. പറയൂ. അത് തന്നെയാണ്. കാരണം നമുക്ക് ചില സമയത്ത് ചില വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സംശയമായി നിൽക്കും. അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു കുഞ്ഞു മാലാഖ, വെറും 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ എന്ന് പറയുന്ന ആ മാലാഖ 4 പേർക്ക് പുതുജീവൻ ഏകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണിനോട് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞിന്റെ കരൾ സ്വീകരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള 6 മാസം മാത്രം പ്രായമുള്ള ഒരു ഡ്രിയ എന്ന് പറയുന്ന നെയ്യാറ്റിൻകര സ്വദേശിനിയാണ്. ആ കുഞ്ഞിന്റെ ശസ്ത്രക്രിയയാണ് കിംസ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. കാരണം സ്വീകർത്താവ് എന്ന് പറയുന്നത് വെറും 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, അതിന്റെ ദാതാവ് എന്ന് പറയുന്നത് 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശസ്ത്രക്രിയയുടെ സങ്കീർണതകൾ ഏറെയാണെന്ന് പറയുന്നത്. എന്തായാലും ശസ്ത്രക്രിയ ഇന്നലെ വൈകുന്നേരം 7:30 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 14-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് കിംസ് ആശുപത്രിയിൽ നിന്നും കേസ് ഓട്ടോ ഭാരവാഹികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഡോക്ടർ ഷബീർ അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് കിംസ് ആശുപത്രിയിൽ ഈ ഒരു ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ട്. എന്തായാലും നിലവിൽ അത് വിജയകരമായി പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് നടന്നത്. ഇന്ന് പുലർച്ചെ 4:30 മണിയോടുകൂടി തന്നെ ആ ശസ്ത്രക്രിയ അവസാനിച്ചു എന്നാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. കേസ് ഓട്ടോ ഡയറക്ടറായിട്ടുള്ള നോബൽ ഇഗ്നിഷ്യസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ 10 വയസ്സുള്ള ശ്രേയ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിയും തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഈ കുട്ടിയാണ് വൃക്കകൾ സ്വീകരിക്കുന്നത്. ഈ ശസ്ത്രക്രിയ ഏറെ സങ്കീർണമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രായം ഘടകമായിരുന്നു. കാരണം ഈ കുഞ്ഞിന് 10 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് കുട്ടിയോട് സംസാരിക്കാനൊക്കെ കഴിയുമെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് മുമ്പും. പിന്നീട് കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രായം ഒരു ഘടകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ ശസ്ത്രക്രിയ പൂർണ്ണമായി വിജയിച്ചു എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ് വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് കിംസ് ആശുപത്രിയിൽ നിന്നാണ്. ഇപ്പോൾ നിലവിൽ ഈ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആലിൻ എന്ന് പറയുന്ന 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ആ അവയവങ്ങൾ, ഈ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതും പൂർത്തിയായതുമായിട്ടുള്ള 2 കുഞ്ഞുങ്ങളിൽ ഈ അവയവങ്ങളിൽ ജീവന്റെ തുടിപ്പ് വന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് കഴിഞ്ഞ ദിവസം മുതൽ ഒന്നിച്ച് കൈകോർത്തതിന് ഒരു ശുഭമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാകും. SK. ഓക്കെ, താങ്ക് യു ജിബിൻ ജെബി. ശസ്ത്രക്രിയ വിജയകരമായി എളുപ്പം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതോടൊപ്പം ആലിന് ആദരാഞ്ജലികളും നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.